പണ്ട് നമ്മൾ ഈ നാട്ടിൽ ഈ ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ കോക്കാച്ചി പിടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ അടുത്ത് തമാശയായിട്ട് നോക്കിക്കട്ട് നടന്നില്ലെങ്കിൽ ഇടി പിടിക്കും എന്ന് പറയുന്നത്. അത്രത്തോളം സാധാരണമായി ഇ ഡി എന്ന ഒരു വാക്ക് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ. ഇ ഡി അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതൊരു കള്ളപ്പണ ഇടപാടുകളെ കണ്ടുപിടിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്ത് എന്താണ് ഇ ഡിയുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം, എവിടേക്കാണ് അതിൻ്റെ അധികാര പരിധി? നമ്മളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നത് പോലെ ഈ രാഷ്ട്രീയ വൈരം തീർക്കാനായിട്ട് എതിർ പാർട്ടികളിലെ നേതാക്കളെയൊക്കെ കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അവരുടെ ഒരു പുതിയൊരു ടൂളാണോ ഇ ഡി? എന്താണ് ഇ ഡിയുടെ ഒരു ചരിത്രം? അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1947 ഫെറ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് 1956 എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എന്ന പേരിലാണ് ഇത് തുടങ്ങുന്നത്, ഇതിന് തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. പിന്നീട് 1957 ഇതിൻ്റെ പേര് ഇ ഡി എന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന പേരിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം 60 എക്കണോമിക് അഫയേഴ്സിൻ്റെ കീഴിലായിട്ടുള്ള ഇതിൻ്റെ അധികാര പരിധി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം 47 ഈ ഫെറ ആക്ട് റിപ്പീൽ ചെയ്തുകൊണ്ട് വേറൊരു ഫെറ ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, 73 ഇത് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മുടെ രാജ്യം ലിബറലൈസേഷനിലേക്ക് പോകുന്നുണ്ട്. ലിബറലൈസേഷനിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ സ്വകാര്യവൽക്കരണവും ഗ്ലോബലൈസേഷൻ ഇതൊക്കെ വന്നപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈംസ് വളരെയധികം കൂടുന്ന നമ്മുടെ സ്കെയിലങ്ങ് വലുതായി. അതെ പുറത്തുനിന്ന് പണം വരാൻ തുടങ്ങി. അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ആവശ്യകത കുറച്ചുകൂടെ കൂടുതലായി ശക്തമായി ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നീട് 99 ഈ ഫെറ ആക്ടിന് പകരമായിട്ട് വേറൊരു ആക്ട് കൊണ്ടുവരികയാണ്, ഫെമ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അത് 2000 അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 2000 അത് നിലവിൽ വരുന്നത്. റെഗുലേഷൻസിനെയാണല്ലോ നമ്മൾ എടുത്തു കളഞ്ഞത് ഈ ഗ്ലോബലൈസേഷനിലെ. അതെ അതില് നമ്മള് റെഗുലേഷൻ എന്നൊരു സംഭവം മാറ്റിയിട്ട് അതൊരു മാനേജ്മെന്റ് ആയി മാറ്റാണ് പിന്നെ ഫെമ ആക്ട് വരുമ്പോൾ. കാരണം വെച്ചാൽ നമുക്ക് റെഗുലേഷൻ മാത്രം പോരാ, അത് ഗവൺമെന്റിന്റെ ഒരു ശക്തമായിട്ടുള്ള കൺട്രോളും കൂടി അതിലേക്ക് വേണം. തീർച്ചയായിട്ടും അതെ, അല്ലെങ്കിൽ അത് നമ്മളെ ഫിനാൻഷ്യൽ ക്രൈംസ് വളരെയധികം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതല്ല, ഒരു വളരെയധികം ഒരു ബൂമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷമാണ് 2002 PML ആക്ട്. കാരണം വെച്ചാല് 2000 ഇന്റർനാഷണൽ ലെവലിൽ ഒരു ആന്റി മണി ലോണ്ടറിംഗ് റെഷീം ഉണ്ടാകുന്നുണ്ട്. അതേ സംബന്ധിച്ചാൽ നമ്മളെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടല്ലോ, US വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, അൽ-ഖൈദയുടെ ബില്ലാദനൊക്കെ നടത്തിയ ആക്രമണം. അപ്പോൾ ആ സമയത്ത് ഈ ടെററിസത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുന്നുണ്ടെന്ന് ഒരു ഇതിപ്പോൾ സമൂഹത്തിൽ ലോകത്ത് തന്നെ പഠനം ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് G7 നേതൃത്വത്തിൽ, G7 ആയിരുന്നു അന്ന്, ഗ്രൂപ്പ് ഓഫ് 7 അവരുടെ നേതൃത്വത്തിൽ കാനഡ, USA, ബ്രിട്ടൻ, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് FATF എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, പാരീസ് ആസ്ഥാനമായിട്ടാണ് അവർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് മൊത്തം ഒരു മണി ലോണ്ടറിങ്ങിനെതിരെയും അതുപോലെ തന്നെ ടെററിസത്തിന് ഫിനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുന്നതിനെതിരെ ഒരു മൊത്തത്തിലൊരു കൺവെൻഷൻ നിലവിൽ വരികയാണ്. ഇന്റർലിങ്ക്ഡ് ആണല്ലോ. അതെ, സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെയാണ് വാജ്പേയി ഗവൺമെന്റ് സമയത്താണ് PML ആക്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം 2002 ഈ ആക്ട് വന്നതിന് ശേഷം 2005 ഇ ഡിക്ക് ഇതിനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത്. അതായത് PML ആക്ടിന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അധികാരങ്ങൾ ഇ ഡിക്ക് ലഭിക്കുന്നത് ഒരു 2005 കാലഘട്ടത്തിലാണ്. പിന്നെ അതിനുശേഷം ഈ PML തന്നെ വളരെ അമെൻമെന്റ് ചെയ്യുന്നുണ്ട്, 13 അമെൻമെന്റ് ചെയ്യുന്നുണ്ട്, 19 അമെൻമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 19 അമെൻമെന്റാണ് ഇതിൽ ശരിക്കും കൂടുതൽ വിഷയമായിട്ട് വരുന്നത്. അതിന് മുന്നേ ഈ PML ആക്ട് എന്ന് പറയുന്നത് അത്ര പ്രശ്നക്കാരനായിരുന്നില്ല എന്നല്ല, നമ്മൾ ഈ മണി ലോണ്ടറിങ്ങിനൊക്കെ ബ്ലാക്ക് മണി
അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത്. 2003 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു തോന്നുന്നു. മറ്റേ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് 2023. പിന്നെ ഈ നമ്മുടെ ഈ ഫാമയുടെ കീഴിൽ കോഫെ പോസ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് വരുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്. അപ്പോൾ ഈ കോഫെ പോസയിലാണ് നമ്മളവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനൊക്കെ ബുക്ക് ചെയ്ത് ആ ഒരു കേസ് വെച്ചിട്ട്. അപ്പം അന്ന് ഇ ഡി വന്ന് ചാർജ് ചെയ്തൊക്കെ ആ കേസ് വരും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻസീവ് ആക്ട് 2018. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് മല്യ, നീരവ് മോദി, അതായത് മറ്റേ ഈ ഒഫൻഡേഴ്സ് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ തുടങ്ങി മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിലെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടാനുള്ള അവകാശം കൊടുക്കുന്നത്. ബാങ്കുകളിൽ നിന്നൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോൺസ് എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അത് തിരിച്ചടയ്ക്കാതെ ഇവര് അത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ പറ്റിച്ച് പൈസയാണ്. അത് NPA മാറും. പിന്നെ അത് ബാഡ് ബാങ്കിലേക്ക് പോവുകയും അത് റിക്കവർ ചെയ്യുന്ന ചുമതല ഗവൺമെന്റിനായിട്ട് മാറും. എക്കണോമിക്ക് നമ്മുടെ എക്കണോമി അത്രയും വെച്ചാല് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വ്യവസായ ഭീമന്മാരാണ് ശരിക്കും പറഞ്ഞത്, രാജ്യത്തെ തന്നെ ചലിപ്പിക്കുന്ന. അതെ അതെ. അപ്പോ അവരൊക്കെ ഒരു പിന്നെ ഒരു എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൈസിസ് ആയിരിക്കും. അന്ന് ഒരു സംസാരം ഉണ്ടായിരുന്നു, 5000 കടമെടുത്ത കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ കോടികൾ കടമെടുത്ത വിജയ് മല്യ പോലുള്ളവര് ഇപ്പോഴും സുഖമായിട്ട് നടക്കുന്നു എന്നുള്ള, വിദേശ രാജ്യങ്ങളിൽ സുഖിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ആ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് വരുന്നത്. പിന്നെ ഈ PMLA ആക്ടിലെ അമെൻമെന്റ് ആണ് ഇപ്പൊ ശരിക്കും നമ്മൾ ഇപ്പൊ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ PMLA ആക്ടില് 19 അതിൻ്റെ അമെൻമെൻറ്റ് കൂടുതൽ പ്രശ്നമായി വരുന്നത്. അതെന്ന് വെച്ചാൽ ഇതൊരു അതിൻ്റെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 24 പറയുന്നത് ഇതൊരു എന്താ പറയുക, ഒരു ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല. അതായത് ജാമ്യം ഇല്ലാത്തെന്ന് പറയാൻ പറ്റില്ല, ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പ്രൂവ് തെളിയിക്കണം. അത് സാധാരണ നമ്മൾ കേസുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ CBI അല്ലെങ്കിൽ NIA അല്ലെങ്കിൽ CVC ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തെ അഴിമതിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. ഈ ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മണി ലോണ്ടറിങ് പ്രിവെൻഷനാണ് മെയിനായിട്ട് ഇവരുടെ ഇത് വരുന്നത്, ഇവരുടെ അധികാര പരിധിയിൽ വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതാണോ നമ്മുടെ രാജ്യത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ശരിക്കും നമ്മുടെ മുന്നിലുള്ള ചോദ്യചിഹ്നം. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ CBI അല്ലെങ്കിൽ ചീഫ് വിജിലൻസ് കമ്മീഷണർ ഇവരെ രണ്ടുപേരും നോക്കൂത്തികളാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ED നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CBI അല്ലെങ്കിൽ CVC ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ബെയിൽ കിട്ടാം. ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കെതിരെ തെളിവുകളില്ലെങ്കിൽ നമുക്കെതിരെ കേസ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബെയിൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ ലൂപ്പ് ഹോൾ അവിടെയാണ് വരുന്നത്. ED ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് FIR വേണ്ട. അതെ, ECIR എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി FIR ഇട്ട കേസ് ഇവർക്ക് സ്വമേധ ഏറ്റെടുക്കാം, അതൊന്ന്. പിന്നെ FIR ഇടാതെ തന്നെ ഇവർക്ക് ഒരാളെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ കേസ് എടുക്കാനും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ അധികാരമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ECIR ഇവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ECIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കേസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇത് FIR പോലെ തന്നെയാണ് ശരിക്കും. പക്ഷെ ഇത് ഈ ECIRന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും FIRൽ നിന്ന് ECIRനെ വേർതിരിച്ച് നിർത്തുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ECIR നമ്മൾ സാധാരണ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതുലിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതുലിന് ആ കേസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതുലിനെ അറിയിക്കണം പോലീസ്. അത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നതാണ്. പക്ഷെ ECIR ഇട്ട് കഴിഞ്ഞാൽ അതുലിനെ അത് അറിയിക്കേണ്ട ചുമതല പോലീസിനില്ല. അതിലറിയുന്നില്ല എന്തിനാണ് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതിലറിയുന്നില്ല. അതാണ് മെയിൻ വിഷയം. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടേണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 22 പറയുന്ന റൈറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. പ്രിവെന്റീവ് ഡിറ്റൻഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ബെയിൽ കിട്ടുന്ന കേസ് ഞാൻ പറഞ്ഞില്ല, ഈ PMLA ആക്ട് പ്രകാരം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ അറസ്റ്റ് വരുവാണെങ്കിൽ നമ്മളെ അറിയിക്കാം എന്നുള്ളൊരു ഉപാധിയുണ്ട്.
അതിവിടെ ഇല്ല എന്ന് തന്നെ ആ ആക്ടിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ലൂപ്പോള് ഇവര് ഇതൊരു നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മുതലെടുക്കുന്നുണ്ടെന്ന് കൂടുതൽ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും സ്വാഭാവികമായിട്ട്. കൂടുതലും ഒപ്പോസിഷൻ ലീഡേഴ്സിനെ ഇത് ലീഡേഴ്സിനെതിരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ വേറൊരു കേസ് പറഞ്ഞാൽ ബെയിലിന്റെ കേസാണ്. ബെയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CBI CVC ഒക്കെയാണ് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികൾ. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബെയിൽ കിട്ടാം. ഇവരുടെ കേസിൽ നമ്മൾ ED എടുക്കുന്ന ഒരു കേസ് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകാം, EDക്ക് കൊണ്ടുപോകാം. പക്ഷേ അത് പ്രൂവ് ചെയ്യേണ്ടത് ബെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് മാത്രമല്ല, വേറൊരു 2 കേസിലാണ് നമുക്ക് ബെയിൽ കിട്ടുക. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കേസ് ചെയ്തിട്ടില്ല എന്നുള്ള, ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് ഭാവിയിൽ ഞാൻ ചെയ്യില്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടണം. അത് നമ്മുടെ സാധാ കോടതിയല്ല, EDക്ക് സ്പെഷ്യൽ കോർട്ടുകളുണ്ട്. അപ്പോൾ അവരെ മുന്നിലാണ് നമ്മൾ ഹാജരായിട്ട് അവിടെയാണ് കേസ് വാദപ്രതിവാദം നടക്കുക. അവരാണ് വിധി പറയുക. സത്യം പറഞ്ഞാൽ ഒരു ഭരണഘടനയുടെ ലംഘനം ശരിക്കും എന്ന് പറഞ്ഞാൽ എന്നതിലുപരി ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ അത്. ആക്ടിനേക്കാളും ഭീകരമാണ് EDയുടെ ഈ അധികാരങ്ങളായിട്ട് മാറുന്നത്. PML ആക്ട് 2019 ഇവർ കൊണ്ടുവരുന്നത് തന്നെ മെയിനായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസുകൾ തടയാനാന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരുന്നിട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. പിന്നെ ഇത് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ഇത് അപ്പീൽ ചെയ്തു കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു കേസ് സുപ്രീം കോടതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 രീതിയിലാണ്, 2 ടെസ്റ്റാണ് മെയിനായിട്ട് നടത്തിയത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കേസിൻ്റെ മെറിറ്റ് എങ്ങനെയാണ്, ആ മെറിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ കേസ് ഈ ആക്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ, ഇപ്പോൾ ഒരു ആക്ട് പാസ്സാക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രൊസീജിയർ, രാജ്യസഭയിൽ ലോക്സഭയിൽ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണല്ലോ പ്രൊസീജിയർ വരുന്നത്. രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ അത് നമുക്ക് ലോ ആയി മാറും. പക്ഷേ അത് അങ്ങനെ അത് ആ ഒരു പ്രൊസീജിയറും കൂടി നമ്മൾ സുപ്രീം കോടതി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ടെസ്റ്റ് ഇവർ പാസ്സായി, കാരണം വെച്ചാൽ അതിൻ്റെ മെറിറ്റിൽ നോക്കുമ്പോൾ സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്തേക്കണം. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയർ വഴി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ PML ആക്ട് കൊണ്ടുവന്നത്, PML ആക്ട് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഈ മണി ബില്ലായിട്ടാണ്. മണി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പം നമ്മൾ നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കേസ് പറഞ്ഞ പോലെ തന്നെ ലോക്സഭയിൽ മാത്രം പാസ്സാക്കിയാൽ മതി. ലോക്സഭയ്ക്കാണ് പവർ, കൂടുതൽ അധികാരമുണ്ട്. അതെ, രാജ്യസഭയിൽ പാസ്സാക്കണമെന്നില്ല. രാജ്യസഭയ്ക്ക് റെക്കമെൻഡേഷൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വഴിയും കൂടിയാണ് ഇവരത് കൊണ്ടുവന്നത്. പക്ഷേ അത് ആ ഒരു വശം കോടതി ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മെറിറ്റ് മാത്രം നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ലോ അപ്പീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച കേസ്, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചിട്ട് അവർ പറയുന്ന ഒറ്റ തെളിവെന്ന് പറഞ്ഞാൽ സിസോഡിയുടെ ഒരു മൊഴിയാണ്. അപ്പം ആ മൊഴി വെച്ചുകൊണ്ട് കോടതി കൊണ്ടുവന്ന് ചെന്നതിന് ശേഷം അവർ പറയുന്നത് അതിൻ്റെ തെളിവ് എന്തെന്ന് ചോദിച്ചപ്പോൾ തെളിവെല്ലാം ഇവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതെ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ തെളിവായിട്ട് ഇവർ എടുക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു വിറ്റ്നസിൻ്റെ മൊഴി, ആ ഒരു വിറ്റ്നസിൻ്റെ മൊഴി പോലും തെളിവായിട്ട് എടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നു, അപ്പോൾ നിങ്ങൾ കുറച്ച് കള്ളപ്പണം മേടിച്ച് നിങ്ങൾക്കെതിരെ കേസ് വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയണ നാളെ അതിൽ എനിക്കും കൂടെ പങ്കുണ്ട് നിങ്ങൾ EDയുടെ അടുത്ത് പറയുമ്പോൾ ED പിന്നെയാണ് എന്നെയാണ് അതിൽ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനാണത് പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ അതിലില്ല എന്നുള്ളത്. മനസ്സിലായോ? ബാധ്യത എന്നുള്ളതും മാറ്റി അത് നമ്മളെ ബാധ്യതയായിട്ട്, സിറ്റിസന്റെ ബാധ്യതയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഭരണഘടനാ പ്രകാരം IPC പ്രകാരം സ്വയം തെളിവ് നൽകാൻ പ്രേരിപ്പിക്കരുത്. അതാണ് അതും വയലേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്യൂ പ്രൊസീജിയർ ലോന്റെയും വയലേഷനായിട്ട് അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമ്മളിപ്പോൾ മനീഷ് സിസോദിയനെ കണ്ടില്ല, ഇപ്പോൾ 1 കൊല്ലമായി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആള് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ EDയെ ഒരു ടൂളായിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്തായിരിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം.
ഇപ്പം 2004 തൊട്ട് 2004 UPA സർക്കാർ വരുന്നത്. 2004 തൊട്ട് 2014 വരെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 2 UPA ഗവൺമെന്റ് വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 21 കേസുകളാണ് EDയുടെ പേരിൽ ED എടുത്തിട്ടുള്ളത്. ഈ 21 കേസുകളിൽ 24 കേസുകളാണ്. 24 കേസുകളിൽ 14 കേസ് ഒപ്പോസിഷൻ ലീഡേഴ്സിനെതിരെ. അതൊരു വശം. അത് കഴിഞ്ഞ് 2014 തൊട്ട് 2024 വരെയുള്ള കണക്ക് നമ്മളെടുക്കുക. ഈ ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മളെ രാജ്യത്ത് 121 കേസുകളാണ് ED എടുത്തേക്കുന്നത്. അതിൽ 115 കേസും ഒപ്പോസിഷൻ ലീഡേഴ്സിൻ്റെ എതിരെയാണ്. അതായത് 95% ഒപ്പോസിഷൻ ലീഡേഴ്സിൻ്റെ എതിരെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേറൊരു കണക്കെന്ന് വെച്ചാൽ ഈ PMLA ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളത് 5000-ഓളം ഉണ്ട് എന്നൊരു കണക്ക് വന്നിട്ടുണ്ട്. അതെ ഉണ്ട്. പക്ഷെ അതിൽ തെളിവ് കൊടുത്തിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. 25ഓളം. അതാണ് 24 കേസുകളെ വിധി പൂർത്തിയാക്കിയിട്ട് കോടതിക്ക് വിധി പറയാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.04. ആ ഒരു റേഞ്ചിലാണ് കൺവിക്ഷൻ റേറ്റ് പോലും വരുന്നത്. ബാക്കിയുള്ള ഏജൻസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മൈന്യൂട്ട് ലെവലിലാണ് ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് തന്നെ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ വേണം. ED ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കളിക്കുന്നുണ്ട് എന്നുള്ളത് അത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര ഇതായിട്ട് ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ ഈ നേതാക്കളെല്ലാം പിടിച്ചുകൊണ്ടുപോകുന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇനി നമ്മുടെ തോമസ് ഐസക്കിനെതിരെ ED അന്വേഷണം വരുമെന്നൊക്കെ ഉള്ളൊരു ചർച്ചകൾ വരുന്നുണ്ട്. ഈ നമ്മളെ ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി, ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ ആൾക്കെതിരെ EDയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. ED അന്വേഷണം വന്ന് ഇയാളെ മാക്സിമം പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇയാളോട് 2 ഓപ്ഷൻ മുന്നേ വെച്ചു. ഒന്നുകിൽ നിങ്ങൾക്ക് ജയിലിൽ, അല്ലെങ്കിൽ BJP ചേരാൻ. അല്ല, അത് ആ കേസിൽ പുള്ളി BJP ചേർന്നതിന് ശേഷം ആ ഇൻവെസ്റ്റിഗേഷൻ തന്നെ അവിടെ നിർത്തി. അങ്ങനത്തെ ഒരു 7-8 കേസുകളോളം ഉണ്ട്. പിന്നെ നമ്മളെത്ര ഇവിടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ, സുവേന്ദു അധികാരി, മുകുൾ റോയ്, നമ്മളെ അജിത് പവാർ അല്ല, ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നു. ശിവസേനയുടെ നാരായൺ റാണ, മമതാ ബാനർജിക്കെതിരെ പോലും ഉള്ള കേസാണത്, ഈ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ്. ആ കേസിൽ ഈ മുകുൾ റോയിനെയും സുവേന്ദു അധികാരിനെയും പിടിച്ച് ED നന്നായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവസാനം അവർക്ക് വേറൊരു നിലപാടിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ അജിത് പവാർ, ശിവസേന മെമ്പറായിട്ടുള്ള നാരായൺ റാണയുടെ പേരിൽ പോലും ED അന്വേഷണം വന്നു. അതിനുശേഷം പുള്ളി BJP ചേർന്നതിന് ശേഷം അത് അൺഫോളോ ചെയ്യുക, കേസ് അവിടെ നിൽക്കുക. ഓരോ ആരോപണങ്ങളാണ്, നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റില്ല. പക്ഷെ നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ ചർച്ചാ വിഷയങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ EDനെ ഒരു തരത്തിലെന്നല്ല മൊത്തമായിട്ടും CBI, CVC അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്നീ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെ വെറും ഒരു നോക്കുകുത്തിയാക്കി മാറ്റി ED എന്നൊരു ടൂൾ ഉപയോഗിച്ച് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതെ. അപ്പോൾ അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ട്രാൻസ്പെറൻസി നഷ്ടമായതുപോലെ. അതെ, നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരണഘടന മുൻനിർത്തി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ഒരു എന്താ പറയുക, ED ഉപയോഗിച്ച് നടത്തുന്ന ഒരു അക്രമം എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു ത്രെട്ടാണ്, ഒരു ത്രെറ്റായിട്ട് മാറിയിരിക്കുകയാണ്. രീതിയിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പൂച്ചക്കാര് മണി കെട്ടും എന്ന് ചോദിച്ച പോലെ ആര് തടയും എന്നുള്ളതാണ് ചോദ്യം. സുപ്രീം കോടതിക്ക് പോലും പറ്റുന്നില്ല, നമുക്ക് ഇത്രയും വിശ്വാസമുള്ള. പക്ഷേ അവര് ചെയ്യുന്നത് ലോന്റെ അടിസ്ഥാനത്തിൽ. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് നമ്മുടെ മൻമോഹൻ സിംഗ് ഒരു കമന്റ് പറഞ്ഞത് അതിനെക്കുറിച്ചിട്ട്, ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ. ശരിക്കും അതാണ് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ED യൂസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിക്ക് തന്നെ എത്ര പൈസയും വന്നിട്ടുണ്ടാവുക. അതൊക്കെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ ഈ കണക്കുകൾ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറെ ആൾക്കാർ ED അന്വേഷണം നേരിട്ട്, അപ്പം ഇത് ഇലക്ട്രൽ ബോണ്ട് പിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുള്ള ആരോപണം മെയിനായിട്ട്. പണ്ട് CBIനെ കുറിച്ചിട്ടായിരുന്നു, കേജ്ഡ് ബാരറ്റ് എന്ന് CBIനെ കുറിച്ചിട്ടായിരുന്നു സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ EDയുടെ കേസിലും സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു തത്തയായിട്ട് ED മാറുക. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്ത് ED ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ റഷ്യയിൽ പുടിനൊക്കെ ചെയ്യുന്നത് പോലെ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഇത് മാറുകയാണോ? പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണോ നിലവിലുള്ളത്? എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരുപക്ഷെ ഭാവി ഇന്ത്യയിൽ നിങ്ങൾ 2 ചോദ്യങ്ങൾ നേരിട്ടേക്കാം. ഒന്നുകിൽ ഞങ്ങളോടൊപ്പം ചേരാം, അല്ലെങ്കിൽ EDയുടെ കലാട്ട നേരിടാം.